എന്താ പ്ലാൻ? ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് വെരി സ്പെഷ്യൽ ആൻഡ് ഐ വിൽ റിമെമ്പർ ദാറ്റ് ഫോർ എവർ. മൊത്തം ഈ ഓർണമെൻറ്റ്സും ആ സാരി എല്ലാം ഉടുത്ത് സെറ്റായിട്ട് വന്നപ്പോഴത്തേനും ഒരു അടിപൊളിയായിരുന്നു, വാവ് ഫീലായിരുന്നു. എനിക്കുണ്ടായിരുന്ന ഇഷ്ടം പറഞ്ഞു എന്നല്ലാതെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു പ്ലേസിലോട്ട് സ്ലോലി വരുമായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പതുക്കെ ഗ്രോ ചെയ്ത് വന്നതാണ്. നമ്മൾ ഗ്രാജുവലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഒന്നിച്ച് ഡിസിഷൻ എടുത്ത് ഒരേ ഇഷ്ടം ഒരേ വൈബ് അങ്ങനെ അങ്ങ് സിങ്കായതാണ്. രണ്ടുപേരും എൻ്റെ കൂടെ വരണ വീട്ടിലേക്ക്. എന്ത് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈംസിൽ ആസ് എ ഫ്രണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെൻ്റലി. April 2nd അത് ഇത്രയും ഓർത്തിരിക്കാൻ കാരണം ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞ് ഒതുക്കാം, ഫ്ലോപ്പ് ആയില്ലെങ്കിൽ ഒന്നും മിണ്ടണ്ട. പേഴ്സണലി താലി കെട്ടുന്ന ടൈമിൽ എനിക്ക് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് വന്നത്, അറിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് കെട്ടുമ്പോൾ അത് സ്ലിപ്പായി പോകാൻ പാടില്ലല്ലോ. പിന്നെ 2 കെട്ട സപ്പോർട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമെന്നോ ഈ ഒരു റിലേഷനിൽ എത്തുമെന്നോ നമ്മൾ വിചാരിച്ചിട്ടില്ല. ഞാനും വിചാരിച്ചിട്ടില്ല, അനുവും വിചാരിച്ചിട്ടില്ല. അതെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഞാൻ എന്താ ആക്ച്വലി വേറെ എന്തൊരു ഫംഗ്ഷൻ പോയി അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഇരിക്കുന്ന ഫീലൊക്കെ റിയലൈസേഷൻ വന്നിട്ടില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് സ്റ്റേജിൽ ഇരിക്കുമ്പോ പറയുന്നുണ്ടായിരുന്നു, ഇത് വല്ല നമ്മള് സ്വപ്നം കാണുന്നതാണോ അതോ സത്യത്തിൽ കഴിഞ്ഞോ?
ഇപ്പോൾ ദൂരത്താണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആയിരുന്നപ്പോൾ മിസ് ചെയ്യും. എന്നാലും അവളാണ് കൂടുതൽ ടൈം പറയുക മിസ് ചെയ്യുന്നുണ്ടെന്ന്. പുറത്തോട്ട് വണ്ടി മാറ്റി ജംഗ്ഷനിലെത്തിയപ്പോഴത്തേനും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ. ഇപ്പുറത്ത് ജംഗ്ഷനിലെത്തിയിട്ട് മടമടാ കരയുന്നുണ്ട്.